ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ചസ് അക്കാഡമി. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ 18ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2, ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. 2. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ആൻസർ ഓപ്ഷൻ 3, മാതൃജ്യോതി. ആൻസർ ഓപ്ഷൻ 3, മാതൃജ്യോതി. 3. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. നെഫ്രൈറ്റിസ്, എംഫീസിമ, ആസ്തമ, ബ്രോങ്കൈറ്റിസ്. ആൻസർ ഓപ്ഷൻ 1, നെഫ്രൈറ്റിസ്. ആൻസർ ഓപ്ഷൻ 1, നെഫ്രൈറ്റിസ്. 4. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4, സൗത്ത് ആഫ്രിക്ക. ആൻസർ ഓപ്ഷൻ 4, സൗത്ത് ആഫ്രിക്ക. 5. മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ 2, സ്നേഹക്കൂട്. ആൻസർ ഓപ്ഷൻ 2, സ്നേഹക്കൂട്. 6. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം, മലേറിയ, ഫാറ്റി ലിവർ. ആൻസർ ഓപ്ഷൻ 3, മലേറിയ. ആൻസർ ഓപ്ഷൻ 3, മലേറിയ. 7th ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? എലിപ്പനി, എയ്ഡ്സ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി. ആൻസർ ഓപ്ഷൻ 1, എലിപ്പനി. ആൻസർ ഓപ്ഷൻ 1, എലിപ്പനി. 8. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ 4, 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28. 9. ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 2, കണ്ണ്. ആൻസർ ഓപ്ഷൻ 2, കണ്ണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപവത്കരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ 3, 2014 നവംബർ 9. ആൻസർ ഓപ്ഷൻ 3, 2014 നവംബർ 9. 11. സിറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ആൻസർ ഓപ്ഷൻ 1, വിറ്റാമിൻ എ. ആൻസർ ഓപ്ഷൻ 1, വിറ്റാമിൻ എ. 12. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ 4, അമൃതം ആരോഗ്യം. ആൻസർ ഓപ്ഷൻ 4, അമൃതം ആരോഗ്യം. 13. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ 3, S സ്വാമിനാഥ്. ആൻസർ ഓപ്ഷൻ 3, S സ്വാമിനാഥ്. 14. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്?
ആൻസർ ഓപ്ഷൻ 3 ഹെൻറി കാവൻഡിഷ്. ആൻസർ ഓപ്ഷൻ 3 ഹെൻറി കാവൻഡിഷ്. 15 ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ട് ആകുന്നു. ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ട് ആകുന്നു. ആൻസർ ഓപ്ഷൻ 1 746 വാട്ട്. ആൻസർ ഓപ്ഷൻ 1 746 വാട്ട്. 16 റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 കാർബൺ 14. ആൻസർ ഓപ്ഷൻ 4 കാർബൺ 14. ക്വസ്റ്റ്യൻ നമ്പർ 17 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണ്? ആൻസർ ഓപ്ഷൻ 2 4 ഡയോപ്റ്റർ. ആൻസർ ഓപ്ഷൻ 2 4 ഡയോപ്റ്റർ. 18 ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ആൻസർ ഓപ്ഷൻ 3 ന്യൂട്ടൺ. ആൻസർ ഓപ്ഷൻ 3 ന്യൂട്ടൺ. 19th ക്വസ്റ്റ്യൻ സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏതാണ്? ഹരിത, അനഘ, അക്ഷയ, മുക്തി. ആൻസർ ഓപ്ഷൻ 1 ഹരിത. ആൻസർ ഓപ്ഷൻ 1 ഹരിത. 20th ക്വസ്റ്റ്യൻ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? ആൻസർ ഓപ്ഷൻ 4 2023. ആൻസർ ഓപ്ഷൻ 4 2023. 21st ക്വസ്റ്റ്യൻ വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര്? ആൻസർ ഓപ്ഷൻ 2 റോസ്റ്റിംഗ്. ആൻസർ ഓപ്ഷൻ 2 റോസ്റ്റിംഗ്. 22nd ക്വസ്റ്റ്യൻ ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് എന്നത് ഏത് പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യമാണ്? ആൻസർ ഓപ്ഷൻ 3 ചിപ്കോ പ്രസ്ഥാനം. ആൻസർ ഓപ്ഷൻ 3 ചിപ്കോ പ്രസ്ഥാനം. 23 കാരണം അറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേര്. കാരണം അറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേര്. ആൻസർ ഓപ്ഷൻ 1 ക്രെപ്റ്റോജനിക് രോഗങ്ങൾ. ആൻസർ ഓപ്ഷൻ 1 ക്രെപ്റ്റോജനിക് രോഗങ്ങൾ. 24th ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 പുംബീജം. ആൻസർ ഓപ്ഷൻ 4 പുംബീജം. 25th ക്വസ്റ്റ്യൻ ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 കെ കേളപ്പൻ. ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് കെ കേളപ്പനാണ്. 26th ക്വസ്റ്റ്യൻ ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 സെറിബെല്ലം. ആൻസർ ഓപ്ഷൻ 3 സെറിബെല്ലം. 27 തോൽ വിറക് സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? തോൽ വിറക് സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ 1 കാർത്യാനി അമ്മ. തോൽ വിറക് സമരനായിക എന്നറിയപ്പെടുന്നത് കാർത്യാനി അമ്മയാണ്. 28 പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 4 കണ്ണൂർ. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. 29 ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു?
ആൻസർ ഓപ്ഷൻ 2 മുത്തുസ്വാമി. ആൻസർ ഓപ്ഷൻ 2 മുത്തുസ്വാമി. 30. ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഏകദേശം 55,000 സവർണർ ഒപ്പിട്ട മെമ്മോറിയൽ ദിവാൻ സർ CP രാമസ്വാമി അയ്യർക്ക് സമർപ്പിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ 3 1936 നവംബർ 3. 1936 നവംബർ 3. ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ലോക്പാൽ. ആൻസർ ഓപ്ഷൻ 1 ലോക്പാൽ. 32. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേര് എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ 4 മംഗൾയാൻ. ആൻസർ ഓപ്ഷൻ 4 മംഗൾയാൻ. 33. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ബ്രസീൽ. ആൻസർ ഓപ്ഷൻ 2 ബ്രസീൽ. 34. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്ന പേര്? ആൻസർ ഓപ്ഷൻ 2 പ്രഗ്യാൻ. ആൻസർ ഓപ്ഷൻ 2 പ്രഗ്യാൻ. 35. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്, പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ 3 1ഉം 3ഉം ശരിയാണ്. നോക്കാം, ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി, ഇത് ശരിയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു, ഇതും കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. റോങ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു, ഇത് റോങ് ആണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. 36. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ 1 എല്ലാം ശരിയാണ്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 37. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ 4 1ഉം 2ഉം ശരിയാണ്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി, കറക്റ്റാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി, ഇതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. റോങ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന, ഇത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്, ദേശീയ ഗാനമാണ് ജനഗണമന. 38. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ 2 എല്ലാം ശരിയാണ്. അപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 39. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ 2 1ഉം 3ഉം ശരിയാണ്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ, ഇത് കറക്റ്റാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്, ഇതും കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. റോങ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നത്, ഇത് റോങ് ആണ്. പെരിങ്ങൽകുത്ത് ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക.
3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ 2 2. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടിക്കായൽ. ഇത് റോങ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഇനി കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കറക്റ്റാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട്ടു കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ഇതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.